അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതു മുതൽ വളരെ ശക്തമായ തീരുമാനങ്ങളാണ് ട്രംപ് രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെക്കുകയും ബാക്കിയുള്ളത് ഉടൻ അവതരിപ്പിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ച് റെക്കോർഡ് തിരുത്തിയെന്ന വാർത്ത വന്നിരിക്കുന്നത്. അധികാരത്തിൽ പ്രവേശിച്ച് ആദ്യ 100 ദിവസത്തിനുള്ളിൽ 99 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ച മുൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെല്ലിന്റെ റെക്കോർഡിനെ ഇതിനോടകം തന്നെ ട്രംപ് മറികടന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് വഴിയാണ് ട്രംപ് 107ാമത് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചെന്ന കാര്യം അധികാരികൾ പുറത്തുവിടുന്നത്. മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ അധികാര സമയത്ത് ഒപ്പുവെച്ചതിന്റെ 3 ഇരട്ടിയുള്ള ഉത്തരവാണ് ട്രംപ് ഇന്നലെ ഒപ്പുവെച്ചിരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ട്രംപ് വളരെ നിർണായകമായ തീരുമാനങ്ങളായിരിക്കും ഇനി US അവതരിപ്പിക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതിന്റെ മുന്നോടിയായിട്ടാണ് ട്രംപ് 107ാമത് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അമേരിക്കൻ ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്ത് പ്രസിഡന്റ് ആക്കിയത് വ്യക്തമായ ലക്ഷ്യങ്ങളോടെയാണെന്നും അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചെലവുകൾ കുറയ്ക്കുക, അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുക, സമാധാനം പ്രോത്സാഹിപ്പിക്കുക, US ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. 2ാം തവണയും അധികാരമേറ്റ് 2 മാസം തികയുന്നതിന് മുൻപ് തന്നെ വളരെ വേഗത്തിൽ ഇത്രയും എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചത് ഒരു ചരിത്ര വിജയം തന്നെയാണെന്നാണ് ട്രംപ് അനുയായികൾ പറയുന്നത്. പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനും നയങ്ങൾ നടപ്പിലാക്കാനും പ്രസിഡന്റിന് അനുവാദമുണ്ടായിരിക്കുമെന്ന് ട്രംപ് പരാമർശിച്ചിട്ടുണ്ട്. നിലവിൽ പ്രസിഡന്റിന് അവ നടപ്പിലാക്കാൻ അനുവാദമുണ്ടെങ്കിലും ഇനി കുറച്ചുകൂടി വിപുലമായി ഉപയോഗിക്കാൻ കഴിയും. പ്രധാനമായും സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതും നിയമങ്ങളും നിയന്ത്രണങ്ങളും കുറയ്ക്കാനും പ്രസിഡന്റിന് പൂർണ്ണ അനുവാദം ഉണ്ടായിരിക്കും. എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പലതും ഫെഡറൽ ഗവൺമെന്റിന് വലിപ്പം കുറയ്ക്കുന്നതിലും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ താരിഫ് ഉൾപ്പെടെയുള്ള വ്യാപാര നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് അധികാരികൾ പറയുന്നത്. ഇത് ഫെഡറൽ ഗവൺമെന്റിനെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത. ഈ മാറ്റങ്ങൾ അമേരിക്കൻ ബിസിനസ്സുകളെ സഹായിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നത്. എന്നാൽ അവ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ കൂടുതൽ ചെലവുകൾ നൽകുമെന്നാണ് ഈ ഉത്തരവുകളോട് സാമ്പത്തിക വിദഗ്ധർ പ്രതികരിച്ചത്. ബൈഡന്റെ പല നയങ്ങളും റദ്ദാക്കുന്ന തരത്തിലാണ് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം, ഫോസിൽ ഫ്യുവൽ എന്നീ മേഖലയിൽ മതിയായ ശ്രദ്ധ കൊണ്ടുവരാനും കുടിയേറ്റ നിയമങ്ങളിൽ കർശന തീരുമാനങ്ങൾ അവതരിപ്പിക്കാനും ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി US-ന്റെ തെക്കൻ അതിർത്തികളിലേക്ക് കൂടുതൽ US സൈന്യത്തെ അയക്കാനും ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമെന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതുപോലെ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഫെഡറൽ ഗവൺമെന്റിൽ നിന്ന് DEIA പ്രോഗ്രാമുകൾ നീക്കം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ DEIA ഓഫീസുകൾ അടച്ചുപൂട്ടുക, അനുബന്ധ നയങ്ങൾ, പരിശീലനം, ധനസഹായം എന്നിവ നിർത്തുക, പകരം മെറിറ്റ് യോഗ്യതകളും പ്രകടനവും അടിസ്ഥാനമാക്കിയുള്ള നിയമനത്തിലാണ് ഉത്തരവുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. DEIA സംരംഭങ്ങൾക്കായി ഫെഡറൽ ഗവൺമെന്റ് എത്രമാത്രം പണം ചെലവഴിച്ചുവെന്ന് ഏജൻസികൾ അവലോകനം ചെയ്യുകയും അവയുടെ സ്വാധീനം വിലയിരുത്തി റിപ്പോർട്ടുകൾ നൽകുകയും വേണം. കൂടാതെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രതിമാസ യോഗം ചേരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. DEIA കൂടാതെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ലെന്നും അല്ലെങ്കിൽ US-ന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെന്നും അതിനാൽ US പങ്കാളിത്തവും ധനസഹായവും നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ഉത്തരവാദിത്തങ്ങൾ ബദൽ പങ്കാളികളിലേക്ക് തിരിച്ചുവിടുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായുള്ള പാൻഡമിക് കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളും അന്താരാഷ്ട്ര ആരോഗ്യ ചട്ടങ്ങളിലെ ഭേദഗതികളും US ഉടൻ നിർത്തലാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ദേശീയ സുരക്ഷയ്ക്കോ പൊതുസുരക്ഷയ്ക്കോ ഭീഷണിയായി കണക്കാക്കപ്പെടുന്ന വ്യക്തികളെ നീക്കം ചെയ്യുന്നതിന് മുൻഗണന നൽകാനും എല്ലാ സംസ്ഥാനങ്ങളിലും ഹോംലാൻഡ് സെക്യൂരിറ്റി ടാസ്ക് ഫോഴ്സുകൾ സ്ഥാപിക്കാനും ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുക, നികുതി ഭാരം കുറയ്ക്കുക, ഭാവി തലമുറയ്ക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക, രാജ്യത്തിന്റെ ആഗോള സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുക എന്നിവയിലൂടെ അമേരിക്കൻ പൗരന്മാരുടെ ഭാവിക്ക് പ്രയോജനം ചെയ്യുന്നതിനായി സൊവേറിയൻ വെൽത്ത് ഫണ്ട് സൃഷ്ടിക്കാൻ ട്രംപ് US സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ ട്രഷറി, വാണിജ്യ സെക്രട്ടറിമാർ പ്രസിഡന്റിന്റെ സാമ്പത്തിക നയ ഉപദേഷ്ടാക്കളുമായി ചേർന്ന് ഇതിനെ സംബന്ധിച്ച് വിശദമായ ഒരു പദ്ധതി വികസിപ്പിക്കാനും 90 ദിവസത്തിനുള്ളിൽ ഇതിന്റെ മാർഗരേഖ സമർപ്പിക്കാനും ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
അന്താരാഷ്ട്ര ക്രിമിനൽ സംഘടനയായ ട്രെൻഡി അരാഗ്വ സംഘത്തിൽ നിന്നുള്ള തുടർച്ചയായ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി വെനസ്വേലയ്ക്കു മേലുള്ള ഉപരോധങ്ങളും വ്യാപാര നിയന്ത്രണങ്ങളും ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി ട്രംപ് ശക്തമാക്കി. നിലവിലുള്ള ഉപരോധങ്ങൾ വീണ്ടും ശക്തിപ്പെടുത്തുകയും വെനസ്വേലിയൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 2025 ഏപ്രിൽ 2 മുതൽ 25% തീരുവ ചുമത്തുകയും ചെയ്യുന്നതിനുള്ള ഉത്തരവിൽ കൂടി ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ട്രംപ് ഭരണകൂടം കൊണ്ടുവരുന്നതെന്ന് കണ്ടറിയേണ്ടതുണ്ട്.